These days I have been doing a study particularly in the of the importance of gospel in a believer's life. വിശ്വാസികളുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. Last week as we began study, of course this was not my turn, but accidentally I have been told to take up this. We saw what is gospel. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ടേൺ അല്ലെങ്കിൽ കൂടെ എന്നോട് ക്ലാസ് എടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സുവിശേഷം എന്താണ് എന്ന് നാം ചർച്ച ചെയ്തു. We know gospel is not merely the advice. സുവിശേഷം എന്ന് പറയുന്നത് ചില ഉപദേശങ്ങളല്ല. It is not even the counseling material. അത് നമുക്ക് സാരോപദേശം നൽകുന്ന ഒരു 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 പുസ്തകവുമായിരിക്കുന്നില്ല. Then what is gospel? എന്നാൽ എന്താണ് സുവിശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Gospel is nothing but a message. സുവിശേഷം എന്നതൊരു സന്ദേശമാണ്. The message of Christ. അത് ക്രിസ്തുവിന്റെ സന്ദേശം. And when you read it more carefully, you will realize the gospel is nothing but Jesus Christ himself. നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത എന്നത് സുവിശേഷം എന്നത് യേശുക്രിസ്തു എന്ന വ്യക്തി തന്നെയാണ്. That gospel does not get its responsibility over after we come to the knowledge of Christ and take him as our Lord, as Savior in our life. യേശു കർത്താവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതോ നിരാകരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. Rather, the gospel drives a believer throughout. പിന്നെയോ ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഒരു പ്രേരകമാണ് സുവിശേഷം എന്ന് പറയുന്നത്. That is what we have been having a small glimpse last week. കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ ചെറിയ ചിന്തകൾ നാം പങ്കുവയ്ക്കുകയുണ്ടായി. I want to go forward with little more elaboration today. കുറച്ചുകൂടെ വിശദമായിട്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. How do we know that gospel is as important as anything in a life of a believer? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? How does gospel transform the life of a believer? ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സുവിശേഷം എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്? Why is it so important in the life of a believer? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യത എന്ത്? Today we will just try to ponder some of them and then we will finish. അതിൽ ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ വചന കേൾവി അവസാനിപ്പിക്കാം. You know, whenever I read the prayer of the Lord, I really get myself stuck with his words. യേശു കർത്താവിന്റെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വാചകങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതിലെ ചില വാചകങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. So today I want to take your attention to the same area where Jesus Christ himself is elaborating the importance of gospel in the life of a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് യേശു കർത്താവ് തന്നെ വിശദീകരിക്കുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധിക്കാം. So we will read from 20 to 26 of chapter 17 of John's gospel. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Gospel of John 17 from 20 to the end. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. Now tell me, whom is Jesus Christ praying to? ഇവിടെ യേശു കർത്താവ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? He's praying to the Father, God the Father. യേശു കർത്താവ് പിതാവാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. Whom he is praying for? ആർക്ക് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്?
ശിഷ്യന്മാർ. Only for ശിഷ്യന്മാർ? Verse 20. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണോ? Verse 20. Read it carefully. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. That means അതർത്ഥമാക്കുന്നത് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണം? Yes. You know, I was reading this portion when I had a big time problem with my son. എൻ്റെ മകനുമായിട്ടുള്ള ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരുന്നത്. അവനോട് പ്രശ്നം ഉണ്ടായ കാണത്താലാണ് ഞാൻ. There was a day when me and my son, we were both were, having some, what to say, stunt. മകനുമായിട്ട് ഒരു പ്രശ്നത്തിലിരിക്കുന്ന സമയത്താണ് ഈ വേദഭാഗം ഞാൻ വായിക്കുന്നത്. As a teenage boy, they always think, I always also was like that. I always thought my father knows nothing in this world. ഒരു ടീനേജ് പ്രായത്തിലിരിക്കുന്ന ഒരു മകന്റെ ചിന്താഗതി എനിക്കും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് ഞാൻ കരുതിയിരുന്നു. And my son is not just growing to that. അതിലേക്ക് എൻ്റെ മകൻ വളർന്നുകൊണ്ടിരിക്കുക. So he always thinks that his father is of no use. തന്റെ പിതാവ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. But I am also a father, right? So I also have to show my position and my power. ഞാൻ ഒരു പിതാവായതുകൊണ്ട് അതിന്റെ സ്ഥാനവും അതിന്റെ അധികാരവും എനിക്ക് പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. I kept myself to the extent saying that yes, I know everything in this world. ഈ ലോകത്തിലെ എല്ലാ കാര്യവും അറിയാമെന്നുള്ള മട്ടിൽ ഞാൻ അവനോട് ഇടപെടാറുണ്ട്. But he being a teenager, he was not accepting that fact. ആ ഒരു ടീനേജർ ആയതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുവാനായിട്ട് അവന് So ബുദ്ധിമുട്ടുണ്ട്. there was a big tussle between both of us. അതുകൊണ്ട് സംഘർഷപരമായിട്ടുള്ള ആശയ സംഘർഷങ്ങൾ And as a ഉണ്ടാകാറുണ്ട്. normal teenager, he said, Dad, you be happy with your life. Let me be happy with my life, and you mind your business and let me mind my business. ഒരു ടീനേജർ എന്നുള്ള നിലയിൽ അവസാനം ഇങ്ങനെ ആർഗ്യൂ ചെയ്യാറുണ്ട്. ഡാഡിയുടെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്ക്, അന്യോന്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല. And the boy and the girl have a big difference, because boys will respond you. Girls will be silently go and shut the door in a manner which will say that yes, they are not happy with you. പലപ്പോഴും നമ്മൾ ആൺകുട്ടികൾ റിയാക്ട് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് മുറിക്കകത്ത് കയറി കതക് അടച്ച് അതിന്റെ വിരോധം ആണുങ്ങൾ റെസ്പോണ്ട് ചെയ്യും, പെണ്ണുങ്ങൾ കഥ കടച്ച്. Yeah. Okay. So he was like giving me all the excuses, showing me the reasons, and I was trying to do the same. അവൻ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അവന്റെ എല്ലാ ആശയങ്ങളും സംവാദങ്ങളും ആർഗ്യുമെന്റ്സും എന്നോട് ചെയ്യാറുണ്ട്. And then finally he went in the first floor. I was sitting in the ground floor, and we both were silent, and after every storm there is a silence, right? അവൻ അവന്റെ മുറിയിൽ പോയി, ഞാൻ താഴെ ഇരുന്നു. കുറച്ചു നേരത്തേക്ക് ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള നിശബ്ദത രൂപപ്പെട്ടു. And then I started reading my Bible. ആ സമയത്താണ് ഈ വചനഭാഗം ഞാൻ വായിക്കുന്നത്. And can you imagine after such a storm, if you read this verse 20 and you come to a portion where Jesus says what? I pray for what? I pray for the disciples also to the people whom their word goes and they believe me, right? ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ യേശു കർത്താവിന്റെ ഈ പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ അപേക്ഷിക്കുന്നു എന്നുള്ളത് എന്നെ അത് സ്പർശിച്ചു. I realize, yes, in such a storm there is a prayer for me also by my Christ, my Savior. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. I mean, this is in a lighter way I was just saying, but when we realize the life of a believer, we must realize that we are not alone, left often in this world. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നാം തനിയെ ആയിരിക്കുന്നില്ല, നമ്മെ തനിയെ കർത്താവ് വിടുന്നുമില്ല. There is a Savior praying before his Father
for you and for me, എനി- even at this time. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലും എനിക്കും നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. And his prayer is still continuing for you and for me. ഇന്നും ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. You know how the prayer goes? ആ പ്രാർത്ഥന എങ്ങനെയാണ് മുന്നോട്ട് Now, പോകുന്നത്? this is something which I want to just put forward before you. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇത് തന്നെയാണ്. Now, read the second part of verse 23. 23-ാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ What is the ഭാഗം. base of his encouragement to the people who believe him? തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നതിനെ അവരെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? Now, read the second part of verse 23. 23-ന്റെ രണ്ടാമത്തെ ഭാഗം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. Okay, now the prayer of the Lord is particularly on two ground. രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് That കർത്താവിന്റെ world പ്രാർത്ഥന. may know what? ലോകം അറിയേണ്ടതുണ്ട് എന്ത്? Number one, ഒന്ന്, that you have sent me. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം അറിയണം. Are you able to follow me? മനസ്സിലാകുന്നുണ്ടോ? The first important factor is that Father, he's praying to the Father, saying that Father God, this world may know that you are the one who has sent me. ഇവിടെ ഇതാ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പിതാവേ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളത് ലോകം അറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Number two, രണ്ടാമത്തെ കാര്യം, that they may also know your love as you have loved me. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അത് അവരിലാകണം, No. അവർ പറയണം. Yes. So as Father God, they may know your love as you love me. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അത് അവർ മനസ്സിലാക്കണം എന്ന് പുത്രൻ പ്രാർത്ഥിക്കുകയാണ്. These two things are nothing but the entire gospel in itself, my beloved. ഈ രണ്ട് കാര്യങ്ങളും അതിന്റെ ആകത്തുകയായിട്ട് സുവിശേഷത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. Because this is what the gospel is. കാരണം ഇത് തന്നെയാണ് സുവിശേഷത്തിന്റെ God സാരസത്യം. who came in this world, യേശു കർത്താവ് ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു he വന്നു. came in this world to save the mankind, to accomplish his task on the cross of Calvary. കാൽവരി ക്രൂശിൽ താൻ തന്റെ സഹനത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ക്രൂശിലെ മരണത്തിലൂടെ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകം അറിയണം. And the world should have a belief in him so that they can be saved in the and be righteous in the sight of God. ലോകം കർത്താവിൽ വിശ്വസിച്ചിട്ട് അവരിൽ ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് അവരറിയുവാനിട വരണം. And this is what Jesus Christ is praying, so that the people of the world may able to understand. ലോകത്തിലെ ജനം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇതാണ്. Now here, look at this two things, very important. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും Jesus is praying, saying, Father, the world may know that I have been sent by you. ഞാൻ നിന്നാൽ അയക്കപ്പെട്ടു എന്ന് ലോകം അറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. He's not saying that they may know that I was born through you. I am born. ഞാൻ നിന്നിൽ നിന്ന് ജനിച്ചു എന്ന് അറിയണമെന്നല്ല കർത്താവോട് See, പ്രാർത്ഥിക്കുന്നത്. he is not saying in that aspect. അവൻ അപ്രകാരമല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. Because he is from the eternity to the eternity. അവൻ നിത്യത തുടങ്ങി നിത്യതയോളം നിലനിൽക്കുന്നവനാണ്. Are you able to follow me? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? It is not as Isaiah says, the child is given. It is not the child is born. അവിടെ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, മകൻ ജനിച്ചിരിക്കുന്നു എന്നല്ല. If he is born, that means he is in a limited format. അവൻ അങ്ങനെ ജനിക്കുന്ന വിധത്തിലാകുന്നു എങ്കിൽ അത് ഒരു പരിമിതിക്കുള്ളിലെ ഒരു വ്യക്തിത്വമായി മാറിയാണ്. But he is been sent in order to he's been sent because he was and he is come. അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. And that is what Jesus Christ is praying to his Father, that world may able to know this very fact. ലോകം ഈ ഒരു വസ്തുത മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. Now, second, we'll go quickly because there's so much to say, but I want to finish this quickly. രണ്ടാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. He also says അദ്ദേഹം കർത്താവ് വീണ്ടും പറയുന്നു,
The world may know, Father, you love this world. ഈ ലോകത്തെ ദൈവമേ അങ്ങ് സ്നേഹിച്ചു, പിതാവെ അങ്ങ് സ്നേഹിച്ചു എന്നുള്ളത് ലോകം അറിയണം. How? എങ്ങനെയാണ്? In what measure? ഏത് അളവിലാണ്? Sometimes we, when we read these portions, we just read it casually. പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ സാധാരണ നിലയിൽ വായിച്ചു വിടാറുള്ള ഭാഗമാണ്. Whenever I read this portion, I get stuck, as I said before. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ചിന്തയെ അവിടെ പിടിച്ചു നിർത്തുകയുണ്ടായി. Father loves this world as what? പിതാവ് ഈ ലോകത്തെ സ്നേഹിക്കുന്നു ഏതുപോലെ? As he loves his son. പിതാവ് എങ്ങനെയാണോ പുത്രനെ സ്നേഹിക്കുന്നത് അതേ അളവിൽ ഈ പിതാവ് ലോകത്തെയും സ്നേഹിക്കുന്നു. My beloved, this little word that even as or as, മലയാളത്തിൽ എങ്ങനെ? പോലെ പോലെ. പോലെ പോലെ. That one word has a greater intensity in itself. ആ പോലെ എന്നുള്ള പദത്തിന് കൂടുതൽ ഊന്നൽ അവിടെ ഉണ്ട്. How does Father love his son? പിതാവ് എത്രത്തോളമാണ് പുത്രനെ സ്നേഹിക്കുന്നത്? When we read, I think 24, 25, he says, even as you glorified me before the foundation of the world. Right? 24-ാം വാക്യത്തിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നീ സ്നേഹിച്ചിരിക്കുന്നു. And that is how he says the way the bonding of love was within this father-son relationship, that bonding. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത, അതിന്റെ തീഷ്ണത ആ സ്നേഹം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. I and my Father are one. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. As I am in you. ഞാൻ നിന്നിലായിരിക്കുന്നത് പോലെ. The phrases which the Lord uses in these portions are so intense. ഇവിടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ ഓരോന്നും അർത്ഥസമ്പന്നമാണ്. Their intensity of that binding is so great that we sometimes cannot comprehend. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആ തീവ്രത പലപ്പോഴും ഈ വായനയിൽ നമുക്ക് എത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നതല്ല. Father and son relationship is so profound. ആ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമായതാണ്. They were almost inseparable. ഒരിക്കലും വേർപിടിക്കുവാൻ ആകാത്ത വിധത്തിലുള്ള സ്നേഹമാണ് അവരെ Father and ബന്ധിപ്പിച്ചിരിക്കുന്നത്. son, they both together. That's what when John begins his writing, he says, in the beginning, what? There was the word. The word was with God, and the word is God. That is inseparable in itself. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതി ആരംഭിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവർ തമ്മിൽ വേർപിരിക്കുവാൻ ആകാത്ത വിധം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. And Paul goes a step further. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു പടി കൂടെ അപ്പുറത്തേക്ക് പോകുന്നതാണ്. Paul writes that a step further. പൗലോസ് അതിനെ കൂടുതൽ വിശദീകരിക്കുന്നു. And he says everything evolved through son. പുത്രനിലൂടെയാണ് സകലവും നിർമ്മിക്കപ്പെട്ടത്. And Father delighted that everything should evolve through his son. പുത്രനിലൂടെ ആ സൃഷ്ടി നിർവഹിക്കുന്നതിൽ പിതാവ് അത്രത്തോളം ആഹ്ലാദവാനായിരുന്നു. They both complemented each other. അവർ രണ്ടുപേരും പരസ്പരം പൂരകങ്ങളായി. They both loved each other. അവർ രണ്ടുപേരും സ്നേഹത്തിൽ സമ്പൂർണ്ണമായി. They both glorified each other. അവർ പരസ്പരം മഹത്വം കൈമാറി. And their love was so profound. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് തീഷ്ണമായ But സ്നേഹമാണ്. when it came to the plan of redemption, എന്നാൽ വീണ്ടെടുപ്പിന്റെ പദ്ധതിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നപ്പോൾ you know what? എന്താ സംഭവിച്ചത്? Lord pleased his son to be crushed for you and for me, my beloved. നിങ്ങൾക്കും എനിക്കും വേണ്ടി പുത്രനെ തകർത്ത് കളയുവാനായിട്ട് പിതാവിന് ഇഷ്ടം തോന്നി. Because their love was, they were able to put their love in stake in order to save you and to me. നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അവരുടെ സ്നേഹത്തെ അവിടെ മാറ്റിവെക്കുകയാണ്. They both know their love of each other. അവർ പരസ്പരം സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. They both understand the intensity of their love for each other. അവർ ഇരുവർക്കും സ്നേഹത്തിന്റെ ആഴം പരസ്പരം അറിയാമായിരുന്നു. And that love
Jesus Christ, the Son, wants the world to know that his Father loves the mankind. അത്തരത്തിൽ പിതാവ് പുത്രനെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ അതേ ആഴത്തിൽ പിതാവ് ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകർ മനസ്സിലാക്കണം. That was his prayer, my beloved. അതായിരുന്നു പുത്രന്റെ കർത്താവിന്റെ പ്രാർത്ഥന. Now tell me, ഇനി പറയൂ, do we really value, do we really understand in our Christian life when we contemplate on the love of Father for you and for me? പിതാവിന്റെ സ്നേഹത്തെ നാം അത്രത്തോളം വിലമതിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. How important this essence of gospel in your and my life. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിന്റെ സാരാംശം, സാരസംഗ്രഹം എത്രത്തോളം അർത്ഥവത്തായിരിക്കുന്നു. Now, other day somebody was asking me, why is gospel so important in a believer's life? കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി, സുവിശേഷം ഇത്ര വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രാധാന്യം എന്തേ? How does that change the life of a believer? ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അതെങ്ങനെ രൂപാന്തരത്തിന് വിധേയമാക്കും? And that is what Jesus Christ is saying. Unless you understand that very fact, that God sent me, God loves you, you cannot understand your Christian life's value. പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്നും പിതാവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അതും നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സുവിശേഷത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. And that will not drive your Christian life. അതൊരിക്കലും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയുമില്ല. And that is going to be something which we will try to understand today. ആ കാര്യമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. Now read the verse, keeping these things in your mind. Let's try to dive into verse 20. Verse 22. 21 and 22. 21-22 വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. He says, the glory what you have given me, O Father, I give unto them. ഇവിടെ പുത്രൻ പറയുകയാണ്, പിതാവേ നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. Tell me, you have been glorified? നിങ്ങൾ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നുവോ? Of course, there would be a day when we will die, we will be glorified and we will be glorified and we will be with the Lord forever and forever. നമുക്കറിയാം, നമ്മുടെ മരണശേഷം പിതാവിന്റെ മഹത്വത്തിലേക്ക് നമ്മെ അവൻ കൈക്കൊള്ളും എന്നുള്ളത് നമുക്കറിയാം. But is this the only way to understand that glory of God in our life? ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് മരണശേഷം മാത്രമുള്ള ഒരു കാര്യമായിട്ടാണ്. Paul writes in the epistle, all have fallen short of the glory of God. പൗലോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സകല മനുഷ്യരും ദൈവത്തിന്റെ തേജസ്സ് നഷ്ടപ്പെടുത്തിയവരായിട്ട് തീർന്നു. Yeah, when we were sin, when we are born, when we sinned and sin entered in our life, we have lost the glory of God. നാം പാപം ചെയ്തപ്പോൾ ഈ ഭൂമിയിലേക്ക് നാം പിറന്നു വീണപ്പോൾ തന്നെ നാം ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് കുറവുള്ളവരായി തീർന്നിരിക്കുകയാണ്. But the moment when we have accepted Jesus Christ as a personal savior, as a Lord, we have been in the Lord now. നാം കർത്താവിനെ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ, വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നാം കർത്താവിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. Now in that glory he says that in this world, in this world when we are even living, we are glorifying day by day and getting transformed into his likeness. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നാളും അവന്റെ മഹത്വത്തോട് നാം അനുരൂപപ്പെട്ടുകൊണ്ട് അവനോട് സദൃശന്മാരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. Now how is that being glorified? അത് എപ്രകാരമാണ് ആ മഹത്വീകരണം സംഭവിക്കുന്നത്? How are we getting from one glory, changing from one glory to another? ഒരു മഹത്വത്തിൽ നിന്ന് അടുത്ത തലത്തിലെ മഹത്വത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയുന്നത്? The problem is we are very ignorant about the fact that there is some process going on in a Christian life. ആ ക്രിസ്തീയ ജീവിതത്തിൽ ചില പ്രക്രിയയിലൂടെ നാം കടന്നു പോകുന്നു എന്നുള്ള വസ്തുത അത് നാം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട പ്രശ്നം. We are not able to understand that we have been in the process of being glorified from one on a daily basis. ദൈനംദിന ജീവിതത്തിൽ നാം അനുക്രമമായിട്ട് മഹത്വീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ നാം പരാജയപ്പെടുന്നു. Now I'll show you some of the traits of our Lord, and then we'll jump into it. കർത്താവിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. I don't want to go into too many of his traits, but we will try to see couple of them. ഒന്ന് രണ്ട് സവിശേഷതകളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. Now read Mark 1:41. മർക്കോസിന്റെ സുവിശേഷം 1:41 വാക്യം നമുക്ക് വായിക്കാം. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട്. Okay. What is his trait here? ഇവിടെ കർത്താവിന്റെ എന്ത് സ്വഭാവമാണ് പ്രകടമാകുന്നത്? Compassion. മനസ്സലിവുള്ള ദൈവം. He was so compassionate. He felt pity for that leper. ആ കുഷ്ഠരോഗിയെ കണ്ടിട്ട് അവനോട് വളരെ മനസ്സലിവ് ഉണ്ടായി, അവനോട് മനസ്സലിവ് കാണിക്കുകയാണ്. Because he was thrown out of the city. Was thrown out of the city. അവൻ ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. There was no one to even talk to him, forget about touching him. അവനോട് സംസാരിക്കുവാനോ അവനെ സ്പർശിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. And this leprosy was not because of his some deeds. അവന്റെ എന്തെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല അവന് കുഷ്ഠരോഗം ബാധിച്ചതും. It comes out of a virus. അത് ഒരുപക്ഷെ വൈറസിന്റെ ആക്രമണ കാരണമായിരിക്കാം. We do not know the reason. അതിന്റെ കാരണം എന്തെന്ന് നമുക്കറിയില്ല. But we know one very fact, that he was isolated, he was rejected, he was abandoned. ഒരു കാര്യം നമുക്ക് അറിയാം, അവൻ ഒറ്റപ്പെട്ടവനാണ്, അവനെ പുറത്താക്കിയിരുന്നു, ആരും അവരെ കൈക്കൊണ്ടിരുന്നില്ല. And there comes the Lord, and he compassionate looking at him, and you know what? He touched him. അവനെ കണ്ടിട്ട്, യേശു കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവൻ കൈ നീട്ടി അവനെ തൊടുകയാണ്. Think of that leper, how fulfilled he would be. അവൻ എന്തുമാത്രം സന്തോഷിച്ച് കാണും കർത്താവ് തന്റെ നേരെ കൈ നീട്ടിയപ്പോൾ. How fulfilled he would be of getting a touch of a human, getting a human touch on his body. അവന്റെ ശരീരത്തിൽ ഒരു മനുഷ്യന്റെ സ്പർശനം ഏറ്റപ്പോൾ അവൻ എന്തുമാത്രം ആഹ്ലാദിച്ചു കാണും. Beyond comprehension, right? അത് വിവരിക്കുവാൻ സാധ്യമല്ല. I'll give you one more example. ഒരു ഉദാഹരണം കൂടെ തരാം. Chapter 9 of John. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. I read verses 1, 2 and 3. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. Now what do you see the character trait of the Lord? ഇവിടെ കർത്താവിന്റെ ഏത് സ്വഭാവ സവിശേഷതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? He's caring, right? അവന്റെ കരുതൽ. He's so caring. അവൻ വളരെ കരുതലുള്ളവനായിരുന്നു. The boys along with Lord, they were interested in the doctrine. ഇവിടെ കൂടെ ഉള്ളവരെല്ലാവരും ഉപദേശ വിഷയങ്ങളിൽ തൽപരരായിരിക്കുമ്പോൾ the Lord is directly hitting on the head of the nail. ഇവിടെ ഇതാ അവരുടെ ആശയത്തിന്റെ പുറത്തുള്ള ആഘാതമായിരുന്നു കർത്താവിന്റെ പ്രവൃത്തി. That God should be glorified. കർത്താവ് മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. My beloved, you and me are supposed to be showing forth the traits of the Lord in this world. ഈ ലോകത്തിൽ കർത്താവിന്റെ സ്വഭാവ ഗുണങ്ങളെ പ്രകടമാക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. Do we anyway manifest these characters, these traits in our life? ഇത്തരത്തിലുള്ള കർത്താവിന്റെ സ്വഭാവ സവിശേഷതകളെ ഏതെങ്കിലും ഒരളവിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ നാം വിജയിച്ചിട്ടുണ്ടോ? I want to leave that before you as it is. അത് അപ്രകാരം തന്നെ നിങ്ങളുടെ മുമ്പാകെ വിട്ടുതരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now read Luke chapter 9. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. Chapter 7. 7-ാം അധ്യായം. Verse 13. 13-ാമത്തെ വാക്യം. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു.
അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. Okay. Do you see something profound in the character of the Lord here? യേശു കർത്താവിന്റെ ഏതെങ്കിലും പ്രത്യേക സവിശേഷത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ടോ? Manasalinyu. That is the word written in the Malayalam Bible. മലയാളത്തിൽ മനസ്സലിഞ്ഞു എന്നുള്ള വാക്കാണ് ഇവിടെ But ഉപയോഗിച്ചിരിക്കുന്നത്. more than that, എന്നാൽ അതിന് അപ്പുറമായിട്ട് he was ready to go to any extent to support this widow. ഈ വിധവയുടെ ദുഃഖത്തെ പരിഹരിക്കുവാൻ ഏതറ്റം വരെയും പോകുവാനായിട്ട് കർത്താവ് മനസ്സുള്ളവനായിരുന്നു. He had a power to raise the dead raise the dead. മരിച്ചവനെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി, കഴിവ് കർത്താവിനുണ്ടായിരുന്നു. And he is gone to that extent. അത് ചെയ്യുവാൻ തക്കവണ്ണം അവൻ പ്രേരിപ്പിക്കപ്പെട്ടു. My beloved, do you go to the extent where you can? നമുക്ക് ചെയ്യുവാനാകുന്നതിന്റെ അങ്ങേയറ്റം വരെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? Or we still hold back a lot of things from being available for others. നാം മറ്റുള്ളവർക്ക് വേണ്ടി നാം അവൈലബിൾ ആകുന്നതിൽ നിന്ന് നമ്മെ തന്നെ പുറകോട്ട് വലിച്ചു മാറി നിൽക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. Think of it. അതിനെക്കുറിച്ച് ചിന്തിക്കുക. Now I'll give you one more example. ഒരു ഉദാഹരണം കൂടെ നൽകാം. Chapter 6 of John. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം Verses 1 to, no, chapter 5. Sorry, chapter 5 verses 1, 2 and 3. 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. Okay. What is Jesus Christ doing here in this pathetic place? ഈ ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് എങ്ങനെയാണ് ഇടപെടുന്നത്? Is there any business Jesus has to do in that particular place? ആ സ്ഥലത്ത് കർത്താവിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നുവോ? Why was he there at first place? അവിടെ എന്തുകൊണ്ടാണ് കർത്താവ് ചെല്ലുവാനായിട്ട് ആഗ്രഹിച്ചത്? Just for this man. ഈ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ വേണ്ടി മാത്രം. When you read the story further, you will realize Jesus Christ had only this man in his mind going in that particular place. നാം ഇതിന്റെ പിന്നോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശു കർത്താവിന് ഈ ഒരു പ്രത്യേക രോഗം ബാധിച്ച വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ചിന്തയുണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് അവിടെ പോയത്. 38-39 years this man is lying in that particular place. ആ സ്ഥലത്ത് 38 വർഷത്തിലധികമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. Pathetic. വളരെ ദാരുണമായിട്ടുള്ള വിധത്തിൽ അവൻ അവിടെ ആയിരിക്കും. Rejected by the people. I do not know whether he has taken bath for years and years. ആൾക്കാർ അവനെ ഉപേക്ഷിച്ചതാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അവൻ ഏതെങ്കിലും അവസരത്തിൽ കുളിക്കുവാനായിട്ട് ആരെങ്കിലും അവനെ സഹായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. Because his answer is so what to say, so intense. He says there is no one, oh Lord. കാരണം അവന്റെ മറുപടി വളരെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. കർത്താവേ, എനിക്ക് ആരുമില്ല. Totally hopeless. ഒരു പ്രതീക്ഷയ്ക്കും അവന് വകയില്ല. Totally deprived. അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായിരിക്കുന്നു. No worth. ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. Just a human living body. ജീവനുള്ള ഒരു മനുഷ്യ ശരീരം മാത്രം. Almost like what to say, of no use. ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ. But there comes the Lord. എന്നാൽ അവിടെ കർത്താവ് കടന്നു വരികയാണ്. What a Lord we have, isn't that? നമ്മുടെ കർത്താവ് എത്രയോ അത്ഭുതവാനാണ്. He comes to search of him. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ്. My beloved, are you available for people of that sort? അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി നാം സജ്ജരായിട്ട് തയ്യാറായിട്ട് അവരുടെ സമീപത്തേക്ക് എത്താറുണ്ടോ? I'll give one more example. ഒരു ഉദാഹരണം കൂടെ നൽകാം. Read
Mark chapter 5. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം Read verses 1 and 2. അതിന്റെ 1-2 And വാക്യങ്ങൾ, 3, verses 1 to 3. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. Okay. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. Jesus Christ and the disciples, they reached to an island called Gennesaret, and there they step out of the boat and they see a man possessed by evil. ഗന്നസരേത്ത് തടാകത്തിൽ നിന്ന് ഒരു പടകിൽ കയറി യേശു കർത്താവും ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് എത്തുകയാണ്. And this man has been possessed. He's so, what to say, I do not know what are the words we should have been using. He's so cruel. He's so mighty. No one could control, or no one could even put him under custody. അവനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ട് അവൻ കൂടുതൽ വളരെ ശക്തിയുള്ളവനായിട്ട് തീർന്നു. അവനെ അടക്കുവാനായിട്ട് ആർക്കും കഴിവില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. I think he would have become a nuisance at that area. ആ പ്രദേശങ്ങളിൽ വളരെ വളരെ പ്രശ്നക്കാരനായിട്ട് ആ മനുഷ്യൻ മാറുകയാണ്. And he dwells in the cemeteries. അവൻ കല്ലറകളിൽ പാർത്തു വന്നിരുന്നു. I do not know what does he eat. അവൻ എന്ത് കഴിച്ചു എന്ന് എനിക്കറിയില്ല. Rejected. ത്യജിക്കപ്പെട്ടവനായി. People have been, what do you call, afraid of him. അവനെ കാണുമ്പോൾ തന്നെ ജനത്തിന് ഭീതിയാണ്. You know, lunatic character. ഒരു ഭ്രാന്തമായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരു And അവസ്ഥ. Jesus comes to this place and sees him. ഇവിടെ ഇതാ ആ സ്ഥലത്തേക്ക് കർത്താവ് വന്ന് അവനെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്. How did Jesus reach to that place? You know that? ആ പ്രദേശത്തേക്ക് കർത്താവ് എപ്രകാരമാണ് എത്തിയത്? Now read last 2 verses of chapter 4. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. Then you will realize how did Jesus Christ come there. അവിടെ എപ്രകാരമാണ് കർത്താവ് എത്തിയത് എന്ന് അവിടെ സൂചന ലഭിക്കുന്നുണ്ട്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? Okay, read the previous verse also. Last 3 verses. 38 മുതൽ വായിക്കുന്നു. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. Okay, whole night they have been traveling in the lake. ഇതിന്റെ തൊട്ട് മുകളിലുള്ള പിന്നിലുള്ള രാത്രി മുഴുവൻ അവർ യാത്രയിലായിരുന്നു. And there were big storm. അവിടെ ഇതാ വലിയ കൊടുങ്കാറ്റ്, They ചുഴലിക്കാറ്റുണ്ടായി. almost went to sink. അവർ മുങ്ങുമാറായി എന്നാണ് അവിടെ കാണുന്നത്. And finally, in the morning, they reach to a place called Gennesaret. അത് കഴിഞ്ഞിട്ട് പ്രഭാതത്തിൽ അവർ ഗന്നസരത്തിൽ എത്തിച്ചേർന്നു. And when they step out of the boat, they see this man. അവർ കടലിൽ നിന്ന് ഇറങ്ങിയ ബോട്ടിൽ നിന്ന് ഇറങ്ങി കരയിലേക്ക് വന്നപ്പോഴാണ് ഈ മനുഷ്യനെ കാണുന്നത്. And then what happens? അപ്പോഴെന്താ സംഭവിക്കുന്നത്? Jesus heals him. യേശു കർത്താവ് Heals him. അവനെ സൗഖ്യമാക്കുന്നു. Now, after this, he has been healed. അവനെ സൗഖ്യമാക്കിയതിനു ശേഷം What happens? Read 19 and 20. 19-20 വാക്യങ്ങൾ. Chapter 5. Chapter 5. 5-ാം അധ്യായത്തിന്റെ 19-20. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്നു കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്കുള്ളതൊക്കെയും ചെയ്തതൊക്കെയും ദക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ Do you realize something? ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? What? എന്താണ്? Hey, come on. After Jesus Christ healed him, what is happening? ആ ഗദരദേശത്തെ അശുദ്ധാത്മാവ് ബാധിച്ചവനെ സൗഖ്യമാക്കിയതിനു ശേഷം യേശു കർത്താവ് എന്താ ചെയ്തത്? You're not able to read that. I mean, ആ വാക്യം കാണുന്നില്ലയോ?
they came back to the same place where they had begun their journey a day before. ആ കഴിഞ്ഞ ദിവസം യാത്ര തുടങ്ങിയ കരയിലേക്ക് അവർ തിരികെ മടങ്ങിപ്പോരുകയാണ്. Whole night they traveled from a point to Gennesaret. ഗദരദേശത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ അവൻ യാത്ര ചെയ്തിരുന്നു. He healed a man who was possessed by devil. അശുദ്ധാത്മാവ് ബാധിച്ചവനെ കർത്താവ് സൗഖ്യമാക്കി. And then again Jesus Christ comes along with the disciples to the same point. നേരത്തെ തിരിച്ച സ്ഥലത്തേക്ക് തന്നെ വീണ്ടും യാത്ര ചെയ്ത് പഴയ കരയിൽ എത്തിച്ചേരും. Can you imagine the importance of healing this man? ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? Jesus Christ knew that there is a man who is possessed by the devil. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് യേശു കർത്താവിന് അറിയാമായിരുന്നു. And he wanted to travel all the way in spite of all the difficulties, all the storms. When they healed him, coming back. ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന്, ഈ കൊടുങ്കാറ്റെല്ലാം മറികടന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്യുവാൻ കർത്താവ് സന്നദ്ധനായി. മാത്രമല്ല അവനെ സൗഖ്യമാക്കിയതിനു ശേഷം തിരികെ പോരുകയും ചെയ്തു. My beloved, this is what the passion of Christ is for you and for me, who are in the most distressed moment. ഏറ്റവും ദാരുണമായിട്ടുള്ള പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്തായിരുന്ന എന്നെയും നിങ്ങളെയും പ്രതി കർത്താവിന്റെ ആവേശം ഇത്തരത്തിലുള്ളതാണ്. These are the traits which Jesus Christ has in his life. കർത്താവിന്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന ആ സ്വഭാവ സവിശേഷതകളായിരുന്നു ഇവയൊക്കെ. He was a perfect man. അവൻ സമ്പൂർണ്ണമായിട്ടും മനുഷ്യനായിരുന്നു. He was a perfect God. അവൻ സമ്പൂർണ്ണമായിട്ടും ദൈവമായിരുന്നു. Yes, he was time and again beheld his glory. ആവർത്തിച്ച് തന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ശ്രേഷ്ഠതയും മഹത്വവും താൻ കാണിച്ചുകൊണ്ടിരുന്നു. But time and again we are not able to understand and we are not able to follow. പലപ്പോഴും അവന്റെ രീതികളെ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കുന്നതിനപ്പുറമായിരുന്നു. I do not know how many of you have ever made a list of the sin which you are struggling in your life. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പാപ പ്രശ്നങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുവാൻ നമ്മൾ എത്ര പേര് തയ്യാറായിട്ടുണ്ട്? You still are struggling right from the day of your rebirth in the Lord. ആ കർത്താവിൽ വീണ്ടും ജനിച്ചതിന് ശേഷം വീണ്ടും പാപം എന്നുള്ള വിഷയത്തിൽ നാം പ്രതിസന്ധിയിൽ അകപ്പെടാറുണ്ട്. There are so many sins we are still not bothered. നാം പലപ്പോഴും പരിഗണിക്കാത്ത പാപ വിഷയങ്ങൾ നാം കൊണ്ടു നടക്കുന്നുമുണ്ട്. My beloved, make a list of it. അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. And work off each sin. ആ ഓരോ പാപ പ്രശ്നത്തെയും നാം പരിഗണിക്കുക. Bring before the Lord. അത് കർത്താവിന്റെ മുമ്പാകെ കൊണ്ട് സമർപ്പിക്കുക. You know, you can never get rid of your anger, your fear, your insecurity, so on and so forth. നമുക്ക് ഒരിക്കലും നമ്മുടെ കോപത്തെ നമുക്ക് തനിയെ നിയന്ത്രിക്കുവാനോ അത് മറികടക്കുവാനോ നമുക്കാവില്ല. It is only and only by the gospel of Christ. അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പരിണിത ഫലമായിട്ട് മാത്രമേ അത് How സാധ്യമാകൂ. does that happen? അതെങ്ങനെ സംഭവിക്കും? Let's try to see that one by one. അത് ഓരോന്നായിട്ട് നമുക്ക് പരിഗണിക്കാം. You know, Paul writes it beautifully. പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 2 Corinthians chapter 3. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. Yeah, verses 17 and 18. അതിന്റെ 17-18 വാക്യങ്ങൾ. 2 Corinthians chapter 3 verses 17 and 18. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Okay, so we have been transformed into the likeness of Christ. ക്രിസ്തുവിന്റെ ആ സ്വരൂപത്തോട് അനുരൂപരായിട്ട് നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. We are supposed to be transforming ourselves from glory to glory on daily basis. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അനുദിനം ആ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. How? എങ്ങനെ? Now, chapter 4 verse where is that verse 10, if I'm not wrong, 9 and 10. You face the glory of knowledge of glory of light. 10-ാം വാക്യം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. You know, Paul is writing, you know, to put all our emotions under the control.
നമ്മുടെ എല്ലാ വൈകാരിക അനുഭവങ്ങളും നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് പൗലോസ് ഇവിടെ എഴുതുകയാണ്. How? എങ്ങനെ? I mean, let's list that another one. Read Titus 2. Titus 2 verses 11 onwards. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. Titus 2 verses 11 onwards. So that will be giving little more clarity. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. Okay. So we have been saved by the grace and we need to be aiming for that glorious Lord in the days to come. നാം ദൈവ കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ ആ തേജസ്സിലേക്കുള്ള പ്രയാണത്തിലായിരിക്കുന്നവരാണ്. Now how are we going to go forward? എങ്ങനെയാണ് അതിൽ മുന്നോട്ട് നീങ്ങുന്നത്? Verse 15 says, keep teaching us that we have been saved by the grace. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം നാം പ്രബോധിപ്പിക്കുക. We have to keep teaching ourselves. നാം നമ്മെ തന്നെ അത് പഠിപ്പിക്കുവാൻ We have to ആവശ്യമുണ്ട്. keep reminding ourselves there is a Calvary where my Lord died. എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു, അങ്ങനെ ഒരു കാൽവറി ഉണ്ട് എന്നുള്ളത് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് We have to ആവശ്യമാണ്. keep teaching us that the sin what I have has been taken over by the Lord himself. ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പാപത്തിന്റെ അവസ്ഥകളെ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് നാം സമ്മതിച്ചു The കൊടുക്കേണ്ടിയിരിക്കുന്നു. shame which I was supposed to bear, he has already borne on the cross. ഞാൻ അനുഭവിക്കേണ്ട ലജ്ജ അത് കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. The lie, the adultery, whatever I go through in my mind has been taken up. The punishment has been taken up by the Lord himself. എന്റെ മനസ്സിൽ കടന്നു പോകുന്ന പാപകരമായിട്ടുള്ള അവസ്ഥകളെയും ചിന്തകളെയും യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. So whenever you see that cross where the Lord is hanging for you and for me, we get ourselves challenged for the sin what we commit. നാം കർത്താവായ യേശു കർത്താവ് ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ടുള്ളതെല്ലാം അനുഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മറികടക്കുവാനായിട്ട് ദൈവം കൃപ നൽകുക. My beloved, this is what we need to keep teaching us. We need to keep preaching the gospel to ourselves. ഇപ്രകാരം കർത്താവിന്റെ സുവിശേഷത്തിൽ നമ്മോട് തന്നെ പ്രബോധിപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Paul says, പൗലോസ് പറയുന്നു, the knowledge of the light of the glory of God is seen in the face of Christ. യേശു കർത്താവിന്റെ മുഖത്തിൽ വിളങ്ങുന്ന പരിജ്ഞാനത്തിന്റെ തേജസ്. You need to keep looking at that face. ആ മുഖത്തേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. So when you behold that glorious face where you see the knowledge of the glory of the and the light, that is the place where you are seeing yourself. അവിടെ ദൈവത്തിന്റെ മുഖത്ത് വിളങ്ങുന്ന തേജസ്സിലേക്ക് നാം ശ്രദ്ധ വയ്ക്കുമ്പോൾ തന്നെ അവിടെ നമുക്കതിന് പരിഹാരം ലഭ്യമാകുകയാണ്. And that is how day by day you are growing in the likeness of Christ. അപ്രകാരം മാത്രമേ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുദിനം രൂപാന്തരപ്പെടുവാനായിട്ട് സാധ്യതയുള്ളൂ. When I do not know whether you have noticed, you see these advertisements. നാം പല ഈ പരസ്യവാചകങ്ങൾ കേട്ടിട്ടുണ്ട്. You see the advertisement for a soap. ഒരു സോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്നിരിക്കട്ടെ. What do soap used for basically? എന്തിനാണ് സോപ്പ് ഉപയോഗിക്കുന്നത്? We basically use the soap to clean up our body. നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ നാം സോപ്പ് ഉപയോഗിക്കാറുണ്ട്. But this advertisement that comes with the psychology. അഡ്വർടൈസ്മെന്റുകാര് അതിന്റെ പിന്നിൽ ഒരു വലിയ തത്വം അവർ പ്രയോഗിക്കാറുണ്ട്. It's not only the cleaning which is important, but more than that there is something called beautification of that advertisement. കേവലം ശുചിയാക്കുന്നതിന് വേണ്ടി മാത്രമല്ല സോപ്പ് ഉപയോഗിക്കുന്നത്, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സോപ്പ് ഉപയോഗിക്കുന്നുവെന്ന് പരസ്യപ്പെടുത്താറുണ്ട്. So basically it is not the root problem, but because behind it there is something else they try to manifest. വാസ്തവത്തിൽ സോപ്പ് അതിനു വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, എന്നാൽ അതിനു വേണ്ടിയും കൂടെ അത് പ്രയോജനമാണ് എന്നുള്ളൊരു ധാരണ പരത്തുകയാണ്. Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Most of us we are confined in a Christian life in a manner where do's and don'ts. ചെയ്യരുത് ചെയ്യുക എന്നുള്ള ഡൂസ് ആൻഡ് ഡോൺസിന്റെ ലിസ്റ്റിന്റെ പിന്നിൽ നാം പലപ്പോഴും കുടുങ്ങി പോകാറുണ്ട്. This I maybe let me just give you this example. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. I don't tell lies.
ഞാൻ കള്ളം പറയുന്നില്ല, or I don't criticize people. ഞാൻ ആൾക്കാരെ വിമർശിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? Because what will people think about me? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട്. But tomorrow I have been caught stealing money. ഞാൻ നാളെ പണം മോഷ്ടിക്കുന്നു എന്നിരിക്കട്ടെ. I don't steal because what will if I come if I have been caught? ഞാൻ പണം മോഷ്ടിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാരണത്താലാണ്. Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? So my do's and don'ts are based on the consequences which I may have. ഞാൻ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അതിന്റെ പരിണിത ഫലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നു. And if you read chapter 7 of Romans, റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Paul says it is not the law which, law is always going to end at the consequences. ന്യായപ്രമാണം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് ബോധ്യം വരുത്തിക്കൊണ്ടേയിരിക്കും. And it will end there. അതവിടെ ഉണ്ട്. No, end. It will. അതവിടെ അവസാനിക്കുന്നു. But Jesus Christ says the gospel is a step further. എന്നാൽ യേശു കർത്താവ് പറയുന്നത് സുവിശേഷം അതിനേക്കാൾ ഒരു പടി കൂടെ മുന്നോട്ടാണ്. I'll put it in this way. ഞാനതിനെ ഇപ്രകാരം പറയട്ടെ. I help the poor people. Imagine. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. ദരിദ്രരെ ഞാൻ സഹായിക്കുന്നു. I'm a very generous giver. ഞാൻ വളരെ നിർലോഭമായിട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. Why? എന്തുകൊണ്ട്? Because I'm a Christian. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്. Therefore I am just giving everyone. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ദാനം നൽകുന്നു. As per the law, as per the do's and don'ts, what am I going to get? ഡൂസും ഡോൺസും അനുസരിച്ച് എനിക്ക് എന്താണ് ലഭിക്കുവാൻ പോകുന്നത്? I may be getting a good reputation, I'll be having a good testimony, so on and so forth. എനിക്ക് നല്ല സാക്ഷ്യമുണ്ടാകും, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ നല്ല സ്ഥാനമുണ്ടാകും. That is not Jesus Christ is expecting from you and me. നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല. It is not something that we are bound by the laws. ചില നിയമങ്ങൾക്ക് ബന്ധപ്പെടുത്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല കർത്താവ് നമ്മിൽ It is not that we should be bound by do's and don'ts. ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ള നിബന്ധനകളിൽ കുടുങ്ങിയല്ല നാം ജീവിക്കേണ്ടത്. But more than that, എന്നാൽ അതിലുപരിയായിട്ട് I should be doing it because my Lord, he did it on the cross of Calvary. ഞാനിത് ചെയ്യുന്നത് കർത്താവ് അത് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. I help the poor because I see their pain. That is how my Lord saw my pain when I was sinner. ഞാൻ ദരിദ്രരെ സഹായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ ദരിദ്രനായിരുന്നപ്പോൾ കർത്താവിന്റെ വേദന കണ്ടു. Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുവല്ലോ. The gospel is something which will always take me further. സുവിശേഷം എപ്പോഴും നമ്മെ ഒരു പടി കൂടെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. Whenever we remember the cross, the death on the cross of our Lord, it will always refine me. It will always make me be transformed into his likeness. ക്രൂശിലെ കർത്താവിനെയും ഓർക്കുമ്പോഴൊക്കെയും അതെന്നെ ശുദ്ധീകരിക്കുകയും എന്നെ കർത്താവിനോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. And that is what happens, my beloved. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ. That when you remember that Father loves you. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ ലോകം അറിയണം. No. When we understand that Father loves me. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ, when we understand that Father loves me as he loved his son, പുത്രനെ സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ, when we understand that Jesus Christ died for my sin, for me on the cross, കർത്താവ് എൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നാം തിരിച്ചറിയുമ്പോൾ, each day you are aligned into the character of the Lord. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിന്റെ സ്വഭാവത്തോട് ഞാൻ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. Each day when you behold the beauty of the face on the Christ Jesus, you will be transformed into his likeness. യേശു കർത്താവിന്റെ മുഖത്തിലെ തേജസ്സിനെ ഓരോ ദിനവും കാണുന്തോറും നാം അവനോട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. That is what happens. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. And that is what should drive you and me. അത് തന്നെ ആയിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കുന്ന പ്രേരകവും. There is no other way
which we can be healed by our sin. നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നേടുവാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനായിട്ട് മറ്റൊരു മാർഗവുമില്ല. You read any number of book for controlling your anger. നമ്മുടെ കോപത്തെ ശമിപ്പിക്കുവാൻ നിയന്ത്രിക്കുവാനായിട്ട് എത്ര പുസ്തകങ്ങൾ വായിച്ചാലും, You read any number of management tricks for taking up your insecurity or your isolation. നമ്മുടെ അരക്ഷിതാവസ്ഥയോ നമ്മുടെ ഒറ്റപ്പെടലിനെയോ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും It will all go off within a while. അത് വളരെ പെട്ടെന്ന് തന്നെ അത് നിരാശ മാത്രം തന്ന് അത് അസ്തമിക്കും. Fad has no life. Fad, a motivation, negative motivation. നെഗറ്റീവ് മോട്ടിവേഷന് കാല ദൈർഘ്യം ഉണ്ടാകില്ല. But when you bring all your sin before the Lord നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പാകെ നാം സമർപ്പിക്കുകയാണെങ്കിൽ and tell Lord, I am vulnerable. കർത്താവേ, ഞാനിതാ അപകടത്തിലാണ് എന്ന് സമ്മതിക്കുമ്പോൾ, Tell Lord, I cannot get rid of my anger, get rid of my lies, get rid of my adultery. എന്റെ കോപത്തെയോ എന്റെ പാപങ്ങളെയോ മറികടക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് സമ്മതിക്കുമ്പോൾ, He starts working. അവൻ നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങും. Keep looking at him. അവനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് Keep നോക്കുക. looking at the Lord and on the cross. ക്രൂശിലെ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ And ദർശനമായിരിക്കട്ടെ. that is the way we can drive our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അപ്രകാരം മാത്രമേ That സാധിക്കുകയുള്ളൂ. is how you can be changing from one glory to another. അപ്രകാരം മാത്രമേ ഒരു തേജസ്സിൽ നിന്ന് അടുത്ത തേജസ്സിലേക്കുള്ള രൂപാന്തരം സാധിക്കുകയുള്ളൂ. He has kept you in this world so that you can be transformed. കർത്താവ് നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ രൂപാന്തരപ്പെടലിന് വേണ്ടിയിട്ടാണ്. You know why? എന്തുകൊണ്ടാണ്? You in this portion, in the prayer of the Lord in chapter 17, there have been a number of occasions. Lord says, the world may know, the world may know, the world may know. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ലോകം അറിയേണ്ടതിന്. My beloved, world is not knowing this. ലോകം ഇത് അറിയുന്നില്ല പ്രിയമുള്ളവരെ. Because we are not faithful with the gospel. സുവിശേഷത്തോട് നാം സത്യസന്ധത പുലർത്തുന്നില്ല, അത് കാരണം ലോകം അറിയുന്നില്ല. We are not able to live the life as God wants us to be. കർത്താവ് നാം അനുവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതചര്യ നമുക്കുണ്ടാകുന്നില്ല. We are not getting transformed. നാം ഒരിക്കലും രൂപാന്തര പ്രക്രിയയ്ക്ക് വിധേയമാകുന്നില്ല. We are not getting rid of our sins. നമ്മുടെ പാപത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്കാകുന്നില്ല. We are trying. നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. We are trying with our own ability. നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. But give it in the hands of the Lord, looking at the cross. കർത്താവിന്റെ ക്രൂശിലെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് അത് വിട്ടുകൊടുക്കുവാൻ നമുക്കാവുമോ? Gospel will drive your Christian life to the most glorified way. സുവിശേഷം നമ്മെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തും. And when you drive your life with the gospel, you will be transforming like Christ. സുവിശേഷത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിനോട് അനുരൂപമായിട്ടുള്ള ഒരു രൂപാന്തരത്തിന് നാം വിധേയമാണ്. And when I always love that phrase when John writes in his epistle, when Christ shall appear, we will be like Christ. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ തന്റെ ലേഖനം എഴുതുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. We will be like Christ. നാം അവനോടൊപ്പം കർത്താവിനോട് പോലെ ആയിത്തീരുവാൻ We will be glorified like Christ. അപ്പോൾ കർത്താവിനെ പോലെ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. Can we embark in this journey? അത് ഈ ഭൂമിയിലെ യാത്രയിൽ തന്നെ നമുക്ക് അതിനോട് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കാം. May God bless you as you try for this. ഇതിനു വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ.